നമ്മൾ ഇന്നുള്ളതേ മൗണ്ട് 360 തന്നെയാണ് കേട്ടോ. അപ്പം കോഴിക്കോട് ജില്ലയിലെ പൂവാർന്തോടുള്ള ഒരു റിസോർട്ടാണിത്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേനും ഇതാ നോക്കിയാൽ നമ്മൾ കുറച്ച് സലാഡൊക്കെ ഉണ്ടാക്കാം. ഒന്ന് ഫ്രൂട്ട്സിൻ്റെ ഉണ്ടാക്കും, ഒന്ന് പേരയ്ക്ക കൊണ്ടൊന്നും ഉണ്ടാക്കാമെന്ന് വെച്ചു. പേരയ്ക്ക ഇരിക്കുന്ന കണ്ടപ്പം ഞാനും രാജേച്ചി ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഞാൻ രാജേച്ചിയോട് പറഞ്ഞു, രാജേച്ചി കട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ രാജേച്ചി ഇതേ കട്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് വേണം ഇടാൻ. പാകത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അര സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒരു അര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടു. വിനാഗിരിയാണ് കേട്ടോ, ഒരു 2-3 സ്പൂൺ വിനാഗിരി, ഒരു ചെറിയൊരു പുളിപ്പിന് വേണ്ടി അത് പാകത്തിന് ചേർത്തോ കേട്ടോ. ഞാനൊരു 4 സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് പീച്ചുക കണ്ടോ. ഇളക്കിയെടുത്താൽ പോരാ, നന്നായിട്ട് ഞെരടി പീച്ചെടുക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ ആ ഒരു എല്ലാം ഒന്ന് പിടിച്ച് ടേസ്റ്റ് വരുള്ളൂ. ഇന്ന് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ വൈകിട്ടത്തേക്കിന് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സിൻ്റെ ഒരു സലാഡും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എന്താ ഒരു പപ്പായ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, കുറച്ച് കുക്കുംബർ, അതുപോലെ തന്നെ പൈനാപ്പിള്, അപ്പം ലെറ്റ്യൂസ് ഉണ്ടായിരുന്നു, നമ്മൾ അതും കുറച്ച് അരിഞ്ഞിട്ടു. പിന്നെ നമ്മുടെ കയ്യിൽ അവിടെ ഉണ്ടായിരുന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടെ കട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒരു രസം.